നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ചിപ്സ് ഉണ്ടാക്കിയാലോ? അതും ബീട്രൂട്ട് കൊണ്ട്. നമ്മളിത് കഴിച്ചാൽ ബീട്രൂട്ട് ആണെന്ന് പോലും പറയല്ലോ കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ചിപ്സിന്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ചിപ്സായിട്ട് കൊടുക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് വലിയ സൈസ് 2 ബീട്രൂട്ടാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് വലിയ സൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വരാം. സ്കിന്നെല്ലാം കളഞ്ഞ ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴുകിയെടുക്കണം കേട്ടോ, കാരണം അതിനകത്ത് ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ മസാല ഇതെല്ലാം ഇവിടെ പിടിക്കുമ്പം അത് ശരിക്കും പിടിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് ഇതേ ഒരു കനത്തിൽ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി കനം ആയിപ്പോണ്ട, തീരെ കനം കുറഞ്ഞും വേണ്ട കേട്ടോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ സൈസായാൽ മതി. ഇനി കട്ടി കുറഞ്ഞു പോയെന്നോർത്ത് പേടിക്കുകയൊന്നും വേണ്ട, എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒത്തിരി വെള്ളം അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഒരു പേപ്പർ ടവൽ കൊണ്ടൊന്ന് ഒപ്പിയെടുത്താലും മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അത്ര അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ ഇച്ചിരി നന്നായിട്ട് ചേർത്ത് കേട്ടോ, കാരണം ബീട്രൂട്ടിന് ഒരു മധുരം ഉള്ളതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഈ പൊടിയെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബീട്രൂട്ടിലുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുക്കുക. ആദ്യമേ തന്നെ വെള്ളം തളിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം ബീട്രൂട്ടിലെ വെള്ളത്തിൻ്റെ അംശം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ, ഇതേ രീതിയിൽ മാവെല്ലാം മിക്സ് ആകുന്ന രീതിയിൽ അത്രയ്ക്കുള്ള വെള്ളം മാത്രം തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് അപ്പം തന്നെ ഉണ്ടാക്കാം, അതേ സമയം വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കുറേ സമയം എടുക്കും. നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഏകദേശം ഒന്ന് കുറച്ചൊക്കെ വിടിയിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചിടുമ്പോഴേക്കും ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കല്ല, ഇതിനകത്തെ മസാല എല്ലാം എണ്ണയിലേക്ക് ആയിപ്പോവും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി സമയമൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട. അധിക സമയം ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ കടലമാവെല്ലാം അങ്ങോട്ട് കരിഞ്ഞു പോയിട്ട് വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി സമയം ഫ്രൈ ചെയ്യേണ്ട. ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിപ്സ് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സാധാരണ എണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങോട്ടൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി കിട്ടും കേട്ടോ. ഇനി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എയർ ഫ്രയറിൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ വേണ്ടാത്തവർക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മാവ് മിച്ചം വന്നതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഫ്രൈ ചെയ്തെടുത്ത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പില ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും. കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതുണ്ട്, നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം താമസമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടെ ചേർക്കാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചുമ്മാ കഴിക്കാനാകുമ്പോൾ ഈ ചാട്ട് മസാല ചേർത്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടായിട്ട് കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.